പങ്കെടുത്താൽ നന്നായിരിക്കും. യു ആർ ഹാർഡ്ലി വെൽക്കം. മാം, അവര് മാമിന്റെ മോനെ കല്യാണാലോചനയായിട്ട് വന്നതാണ്. അതൊരിക്കലും അവരുടെ തെറ്റല്ല ഏകാംബരം. എന്റെ നമ്പർ 1 പൊസിഷൻ കണ്ടിട്ടാണ് അവര് വന്നത്. അവരുടെ മകള് നമ്പർ 1 അല്ല എന്നുള്ളത് അവര് മറന്നുപോയി. എത്ര പേര് ഇവിടെ ക്യൂവിലുണ്ട്. ഇതിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യും നീ? എന്റെ ഹീറോ. അത് കൃത്യമായിട്ട് വീഴോ? ചാൻസേ ഇല്ല. നിനക്കതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. എത്ര തവണയാണെന്ന് പറഞ്ഞാലും അത് വീഴില്ല. നമുക്ക് വേണമെങ്കിൽ ബെറ്റ് വെച്ച് നോക്കാം. ഞാൻ പറഞ്ഞതേ നടക്കൂ. കാറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ വീശുന്നത്. അതുകൊണ്ട് അത്രയും ദൂരം ബോൾ പോകാനുള്ള ഒരു ചാൻസും ഇല്ല. വീഴരുത്, വീഴരുത്, വീഴരുത്. Yes! Good shot. Thank you. Super shot, bro. Thanks. Nice shot. Thank you. എങ്ങനെയുണ്ടായിരുന്നു ഷോട്ട്? ഒരു തവണ കൂടി ട്രൈ ചെയ്യണം. എല്ലാവർക്കും അതേ ബോൾ, അതേ ടാർഗറ്റ്. നമ്മൾ കുറെ തവണ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തവണയെ ഷോട്ട് വീഴാറുള്ളൂ. പക്ഷെ നീടുന്ന എല്ലാ ഷോട്ടും കറക്റ്റായിട്ട് നേരെ പോയി വീഴുന്നുമുണ്ട്. അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തടാ എനിക്ക്. ഒരു പ്രാവശ്യം പോലും നിന്റെ ലക്ഷ്യം മാറിപ്പോകുന്നില്ല. അതാ സിമ്പിളാടാ. നിങ്ങൾ ജയിക്കണമെന്ന് വിചാരിക്കും, ഞാനാണെങ്കിൽ തോൽക്കരുതെന്ന് വിചാരിക്കും. നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരത്തിലുള്ള ലക്ഷ്യമാണെങ്കിലും ശരി, നമുക്കരികിലേക്ക് വരും. നിങ്ങൾക്കെല്ലാവർക്കും ആ ടാർഗറ്റ് എവിടെയോ ഉള്ളതുപോലെ തോന്നും. പക്ഷേ ഞാൻ ശരിക്കും കോൺസെൻട്രേഷനും ഫോക്കസും ചെയ്തു കഴിഞ്ഞാൽ ആ ടാർഗറ്റ് എൻ്റെ കാലിൻ്റെ ഇടയിൽ ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ജസ്റ്റ് 1 ഹിറ്റ് ആ പണി തീർത്തത്. ബി ഫോക്കസ്ഡ്. You will never miss the target. By the way, be ready to throw a party, buddy. Cheers! നല്ല ബെസ്റ്റ് ലൈഫാടാ നിന്റെ. ലൈഫിൽ ഒരു റാണിയെ കിട്ടുന്നില്ല, ചീട്ട് കളിയിൽ ഒരു റാണിയെ കിട്ടുന്നില്ല. എന്ത് ജീവിതമാണ്. എന്താടാ എപ്പോഴും ഈ ചീട്ടുകളി തന്നെയാണോ നിനക്ക്? അമ്മേ, ആവശ്യത്തിന് ടെൻഷൻ അടിച്ചാ ഞാൻ എവിടെ ഇരിക്കുന്നേ? എന്തിനാ എന്റെ തല തിന്നുന്നേ? ഞാനാണോ ഇപ്പൊ തലേന്നാ വന്നത്? ഇത് എന്തൊരു ചീട്ടുകളിയാടാ നിന്റേത്. ഈ ചീട്ട് കളിക്കാനുള്ള ബുദ്ധി പരീക്ഷയിൽ കാണിച്ചിരുന്നെങ്കിൽ നീ എന്നേ പാസ്സായേനെ. അമ്മേ, ഇതിനെത്ര പറയാൻ എന്താ ഉള്ളേ? മാർച്ചിൽ എഴുതിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ എഴുതും, സെപ്റ്റംബറിൽ എഴുതിയില്ലെങ്കിൽ പിന്നെ അടുത്ത മാർച്ചില്ലേ? ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ അമ്മേ. പക്ഷെ ഈ ചീട്ടുകളിയിലുണ്ടല്ലോ, ഒരൊറ്റ ലൈഫ് കിട്ടിയാൽ മതി, ഞാൻ അടിച്ച് മലർത്തിയേനെ. ഫസ്റ്റ് ലൈഫ് പോലും കിട്ടിയിട്ടില്ല. എനിക്കതൊന്നും അറിയില്ല. നീ ഇത്തവണ പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു, അത്ര തന്നെ. നാട്ടിലെല്ലാവരും ഇനിയും നിങ്ങളുടെ മകൻ പാസ്സായില്ലേ ചോദിക്കുമ്പോ തലയും താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയാണ്. എന്തിനാ അമ്മേ വേവലാതിപ്പെടുന്നേ? ഒരു ജോക്കറൊന്ന് കിട്ടിക്കഴിഞ്ഞാലേ എപ്പ പാസ്സായെന്ന് ചോദിച്ചാൽ മതി. കളിയുടെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാ. അമ്മ ഇത്തവണ നോക്കിയോ, ഇത്തവണ ഞാൻ എഴുതുന്ന പരീക്ഷ എല്ലാം ഞാൻ പാസ്സാവും. ഒറ്റ അടിക്ക് ഞാൻ ജാക്ക്പോട്ട് അടിക്കും. മിടുക്കൻ, മിടുക്കൻ. നീ ഒരു കാര്യം ചെയ്താ മതിയടാ, വേഗം തന്നെ പരീക്ഷ എഴുതി പാസ്സാവാൻ നോക്ക്. പിന്നെ നിനക്ക് ആരുടെ സഹായം ഇല്ലാതെ നല്ലൊരു ജോലിക്ക് ശ്രമിച്ചൂടെ?
പരീക്ഷയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണം. ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? ഡ്രോപ്പ് ചെയ്യുന്നൊരുത്തൻ ജോക്കർ ഇടുന്ന പോലെ എനിക്കിപ്പോ ഒരു കോഫിയാണ് വേണ്ടത്. അമ്മ ചെന്നൊരു ചൂട് കോഫി ഇട്ടോണ്ട് വാ. ഞാൻ ആ ചെതലടിച്ചിരിക്കുന്ന പുസ്തകമൊക്കെ എടുക്കട്ടെ. നല്ല കുട്ടിയല്ലേ, നീ പഠിക്കാന്ന് പറഞ്ഞ കാപ്പി മാത്രല്ല അമ്മ അമൃത് വരെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ അമ്മ നല്ല ചൂട് കാപ്പി കൊണ്ടുവരാട്ടോ. അല്ലടാ, കാപ്പി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. കാർഗോ കൊണ്ടുവരാന്ന് പറഞ്ഞ പോയാളെ കണ്ടില്ലല്ലോ, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ ചീഫ് പ്രസിഡന്റിനെ. ഈ ഇടയ്ക്ക് നാട്ടുകാര്യങ്ങളിലൊക്കെ ఇడబెట్టి നാട് ചുറ്റിലൊരു ശീലമാക്കിയിട്ടുണ്ട്. അവളിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. మరిప్పుడు అన్ని సూపర్. ആഹാ, എത്ര നന്നായിട്ടാ ചെയ്തിരിക്കുന്നത്. ആ ആക്ടിങ്ങും എക്സ്പ്രഷൻസും അയ്യോ എന്ത് ഭംഗിയാ കാണാനായിട്ട്. നിന്റെ ടൈം ബാഡ് ആയതുകൊണ്ട് നീ ഈ ഗ്രാമത്തെ ജനിച്ചു പോയി. അതേസമയം നീ വല്ല കൊച്ചിയിലോ തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ നീ ശരിക്കും വലിയ സൂപ്പർ സ്റ്റാർ ആയേനെ. അല്ലാതെ പിന്നെ നിനക്ക് വേറെ എന്ത് കുറവാ ഉള്ളത്? ആ കണ്ണ് നോക്ക്, ആ മൂക്ക് നോക്ക്, ഈ ചുവന്നിരിക്കുന്ന കവള് നോക്ക്. നീ എങ്ങാനും ആ ഇൻഡസ്ട്രിയിൽ പോയിരുന്നെങ്കിൽ നിന്റെ ഈ സൗന്ദര്യത്തിന് ആ മഞ്ജു വാര്യരും നവ്യ നായരും നിത്യ മേനോനും ഒക്കെ എപ്പോഴേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി പോയേനെ. ഇപ്പോഴും അതിന് സമയമൊന്നും പോയിട്ടില്ല. വല്ല സിനിമ ഹീറോയോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒക്കെ എന്റെ ടിക്ടോക്ക് വീഡിയോയിലുള്ള എന്റെ ഈ സൗന്ദര്യമൊക്കെ കണ്ട് മയങ്ങി പോയാലുണ്ടല്ലോ, പിന്നെ അവരെങ്ങനെ സിനിമയിലെടുക്കും. അയ്യോ പ്രഭ, പിന്നെ നീ സിനിമ ഹീറോയിനാ. എന്റെ ഈ കയ്യില് മുഴുവൻ മൈലാഞ്ചി ഇട്ടിട്ട് ഒരു ടിക്ടോക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാ. അല്ല, സരസ്വതി മൈലാഞ്ചി കൊണ്ടുവന്നോ? സരസ്വതി, 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 സരസ്വതി. അമ്മ സരസ്വതിനെ എങ്ങനെ കണ്ടായിരുന്നോ? നാട് വീട്ടിൽ കഴിഞ്ഞിന് എപ്പോ വരാനാ അവള്? നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട ഇങ്ങോട്ട് കയറി വരാൻ. എത്ര നേരത്തെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു വിട്ടതാണ്, ഇതുവരെ അവള് വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്റെ തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? അവരുടെ അമ്മ മരിച്ചു പോയപ്പോ കഷ്ടകാലത്തിന് ദുരന്തങ്ങൾ എടുത്ത് എന്റെ തലയിലിട്ടു നിന്റെ അച്ഛൻ. ഇനിയിപ്പോ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ കാണും ഞാൻ ചാകുന്നത് വരെ. എന്താടി നിനക്ക് അവളെ കൊണ്ട് ഇത്ര കാര്യമുള്ളത്? സുഭദ്രയുടെ വീട്ടിൽ പോയി കുറച്ച് മൈലാഞ്ചി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരുന്നു അമ്മേ. രാത്രിയായിട്ടും ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. ഇനി അത് എപ്പോ കയ്യിലിട്ട് എപ്പോ ഉണക്കി എപ്പോ നിറം വെച്ച് എപ്പോ കിടന്നുറങ്ങാനാ? പിന്നെ ദീപം കൊണ്ടും അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉറക്കം പോലും മര്യാദയ്ക്ക് കിട്ടില്ല, കണ്ണ് വെളി വന്ന് നിൽക്കും. പിന്നെ വീഡിയോ എടുത്താൽ ശരിയാകില്ലമ്മേ. അല്ലെങ്കിലും ആ സരസ്വതിയേക്കാൾ ഭംഗി എനിക്കുള്ളതിന്റെ കുശുമ്പ് അവൾക്ക് നന്നായിട്ടുണ്ട് എന്നോട്. ഞാൻ എന്ത് പറഞ്ഞാലും അവള് ചെയ്യില്ല. അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്.